അകാരണമായി അനന്തമായി കേസ് നീണ്ടുപോകുന്നതായി നിങ്ങൾക്ക് ബോധ്യം വന്നാൽ അതാത് ഫാമിലി കോടതിയിൽ തന്നെ സ്പീഡി ട്രയൽ പെറ്റീഷൻ ഫയൽ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലൊരു പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം, നിങ്ങൾ നൽകുന്ന റീസൺസ് ജസ്റ്റിഫിയബിളും വാലിഡുമായിരിക്കണം. ഫാമിലി കോടതി പെറ്റീഷൻ അലോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ്. പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. വർഷങ്ങൾ നീണ്ടുനിൽക്കുന്ന പിണക്കത്തിൻ്റെയും മാറിത്താമസിക്കലിൻ്റെയും ശേഷമാണ് വിവാഹമോചനത്തിനായി കോടതിയെ സമീപിക്കുന്നത്. ഇന്ന് തീരും നാളെ തീരും എന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്ന് തള്ളി നീങ്ങുന്നത് 5ഉം 10ഉം വർഷങ്ങളാണ്. 20-22 വയസ്സിൽ വിവാഹം കഴിക്കുന്ന ഒരു സ്ത്രീ കുറഞ്ഞ നാളത്തെ വൈവാഹിക ജീവിതം, തുടർന്ന് യോജിച്ചു പോകുമോ ഇല്ലയോ എന്ന് വ്യക്തതയില്ലാത്ത വർഷങ്ങൾ, അതിനുശേഷം കോടതി വിധിക്കായി കാത്തിരിക്കുന്ന നീണ്ട കാലയളവ്, വയസ്സ് നഷ്ടപ്പെടുന്നതിനോടൊപ്പം ഉണ്ടാകാവുന്ന മാനസിക സമ്മർദ്ദവും നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. കോടതിയിൽ നിന്ന് ഇത്രമാത്രം താമസമുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം വർദ്ധിച്ചു വരുന്ന കേസുകളുടെ എണ്ണം തന്നെയാണ്. മറ്റൊന്ന്, വിവാഹമോചനത്തെ ഒരു കോടതിയും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. കോടതിയിലെത്തുന്നവയിൽ മീഡിയേഷനിലൂടെ സെറ്റിൽ ചെയ്തു പോകുന്ന നല്ലൊരു വിഭാഗം കേസുകളുമുണ്ട്. അതുപോലെ തന്നെ കേസ് കണ്ടസ്റ്റഡ് ഡിവോഴ്സായി ഫയൽ ചെയ്യുകയും പിന്നീട് ഇരു കക്ഷികളും ചേർന്ന് മ്യൂച്വൽ ഡിവോഴ്സായി ഫയൽ ചെയ്യുകയും ചെയ്യുന്ന വേഗത്തിൽ ഡിവോഴ്സായി പോകുന്ന കേസുകളുമുണ്ട്. കണ്ടസ്റ്റഡ് ഡിവോഴ്സിൽ വാശി തീർക്കാനുള്ള ഒരു വേദിയായിട്ടാണ് കോടതിയെ പലരും കാണുന്നത്. ഇവിടെ പല കേസുകളിലും മനഃപൂർവ്വമായി എതിർകക്ഷി കാലതാമസം വരുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഹർജിക്കക്ഷിയാകട്ടെ എത്രയും പെട്ടെന്ന് തീരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നു. അകാരണമായി അനന്തമായി കേസ് നീണ്ടുപോകുന്നതായി നിങ്ങൾക്ക് ബോധ്യം വന്നാൽ അതാത് ഫാമിലി കോടതിയിൽ തന്നെ സ്പീഡി ട്രയൽ പെറ്റീഷൻ ഫയൽ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലൊരു പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം, നിങ്ങൾ നൽകുന്ന റീസൺസ് ജസ്റ്റിഫിയബിളും വാലിഡുമായിരിക്കണം. നിങ്ങൾ നൽകിയ പെറ്റീഷനിലെ ഗ്രൗണ്ട്സ് റീസണബിൾ ആണെന്ന് കോടതിക്ക് ബോധ്യം വന്നാൽ പെറ്റീഷൻ അലോ ചെയ്യുകയും വളരെ വേഗം കേസ് ഡിസ്പോസ് ചെയ്യുന്നതുമാണ്. എന്നാൽ റീസൺസ് സഫീഷ്യൻ്റ് അല്ല എന്ന് കണ്ടാൽ കോടതി പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യുന്നു. ഫാമിലി കോടതി പെറ്റീഷൻ അലോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ്. അവിടെയും നിങ്ങളുടെ റീസൺസ് വ്യക്തമാക്കാൻ സാധിക്കുന്നു. വർഷങ്ങൾ നീണ്ടുപോകുന്നതിലുള്ള പ്രതിസന്ധി നിങ്ങൾക്ക് വ്യക്തമാക്കാൻ കഴിയണം. ഫാമിലി കോടതിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അനുകൂലമായൊരു വിധിയുണ്ടായാൽ ആ ഓർഡറിൽ കേസ് തീർപ്പാക്കാൻ എടുക്കുന്ന കാലയളവ് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. വ്യക്തമായ ഒരു പീരീഡ് മെൻഷൻ ചെയ്തിരിക്കണം എന്നുള്ളത് ഹൈക്കോടതിയുടെ ഡയറക്ഷനാണ്. 2-3 വർഷം കലഹിച്ചോ അല്ലാതെയോ ജീവിച്ചതിന് ശേഷം വിവാഹമോചനത്തിനായി 10-12 വർഷം കാത്തിരിക്കേണ്ടി വരുന്നവർക്ക് ഇത്തരത്തിലുള്ള ഒരു പെറ്റീഷൻ വളരെയേറെ പ്രയോജനപ്രദമാണ്. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നതും സാമ്പത്തിക ചിലവുള്ളതുമായ ഒരു പ്രോസസ്സ് എന്ന നിലയിൽ വ്യക്തമായി ആലോചിച്ചതിന് ശേഷം മാത്രമേ ഡിവോഴ്സ് കേസിനു വേണ്ടി തയ്യാറെടുക്കാവൂ. വിവാഹമോചനത്തിനായി കേസ് ഫയൽ ചെയ്യേണ്ടത് കുടുംബ കോടതിയിലാണ്. എതിർകക്ഷിക്കും ബന്ധം വേർപെടുത്തുന്നതിനോടാണ് താൽപ്പര്യമെങ്കിൽ ഒരു ജോയിന്റ് പെറ്റീഷൻ ഫയൽ ചെയ്യാവുന്നതാണ്. ഉഭയസമ്മതത്തിലാണ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതെങ്കിൽ കാലതാമസം കൂടാതെ തന്നെ ഡിവോഴ്സ് അനുവദിക്കുന്നതാണ്. എതിർകക്ഷിയുടെ അഭിപ്രായം അറിയുന്നതിനായി ഒരു വക്കീൽ നോട്ടീസ് അയക്കാവുന്നതാണ്. എന്നാൽ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യുന്നതിന് വക്കീൽ നോട്ടീസ് നിർബന്ധമില്ല. എതിർകക്ഷിയുടെ അഭിപ്രായം അറിയാതെയാണ് കേസ് ഫയൽ ചെയ്യുന്നതെങ്കിൽ വ്യക്തമായ ഗ്രൗണ്ടും തെളിവും ഹാജരാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ പെറ്റീഷൻ സ്വീകരിച്ചുകൊണ്ട് എതിർകക്ഷിക്ക് സമൻസ് അയക്കുന്നതാണ്. എതിർകക്ഷി ഹാജരായില്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു എക്സ്പാർട്ടി വിധി ഉണ്ടാകും. എതിർകക്ഷി ഹാജരാകുകയാണെങ്കിൽ കൗൺസിലിംഗ്, മീഡിയേഷൻ, എവിഡൻസ്, തുടർന്ന് വിധി, ഇത്രയും പ്രോസസ്സ് നടക്കേണ്ടതുണ്ട്. വിവാഹമോചനം 2 രീതിയിലുള്ളതിൽ ഒന്നാണ് മ്യൂച്വൽ ഡിവോഴ്സ്. ഇവിടെ മറ്റ് മാറ്ററുകളെല്ലാം പുറത്ത് സെറ്റിൽ ചെയ്തതിന് ശേഷം ഭാര്യയും ഭർത്താവും ചേർന്ന് ഒരു സിംഗിൾ പെറ്റീഷൻ ഫയൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. തുടർന്ന് മൊഴിയെടുക്കലും കോടതിയുടെ മറ്റ് പ്രൊസീജിയറുകളും കഴിഞ്ഞു വരുമ്പോഴേക്കും ഏറ്റവും കുറഞ്ഞത് ഒരു 7-8 മാസം മുതൽ 1 വർഷം വരെയും നീണ്ടുപോയേക്കാം. കോടതി വഴിയുള്ള വിവാഹമോചനത്തിൻ്റെ മറ്റൊരു രീതിയാണ് കണ്ടസ്റ്റിംഗ് ഡൈവോഴ്സ്. മ്യൂച്വൽ ഡിവോഴ്സിൽ ഏതാണ്ട് 1 വർഷത്തോളം കാലയളവ് വിവാഹമോചനത്തിനെടുക്കുമെങ്കിൽ കണ്ടസ്റ്റിംഗ് ഡിവോഴ്സിൽ എത്രയാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. കുറഞ്ഞത് ഒരു 5 വർഷം. കാരണം ഒരു കോടതിയും വിവാഹമോചനത്തെ അനുകൂലിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.